എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് ഇക്വിനോക്സിനെ പറ്റിയാണ്. പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ 2 വർഷത്തിലൊരിക്കൽ മാത്രം സംഭവിക്കുന്ന ഒരു പ്രതിഭാസമായ ഇക്വിനോക്സ് അഥവാ വിഷുവദിനത്തിനെ പറ്റിയാണ്. നമുക്കറിയാം, കലയിലൂടെയും വാസ്തുവിദ്യയിലൂടെയും ആത്മീയത അതിശയിപ്പിക്കുന്ന ആവിഷ്കാരങ്ങൾ കണ്ടെത്തിയ ഭൂതകാലത്തിൻ്റെ ജീവിക്കുന്ന സാക്ഷ്യങ്ങളാണ് ഇന്ത്യയിലെ ക്ഷേത്രങ്ങളെന്ന്. അതേപോലെ തന്നെ ഒരു ക്ഷേത്രഘടനയുടെ എല്ലാ വശങ്ങളും തനിക്കും അപ്പുറമുള്ള ഒരു വൈകാരിക പ്രതികരണം ഉണർത്താൻ ഉദ്ദേശിച്ചുള്ള സൗന്ദര്യശാസ്ത്രം കൊണ്ട് നിറഞ്ഞിരിക്കുകയും ചെയ്യുന്നു. ക്ഷേത്രങ്ങളുടെ ശില്പപരവും വാസ്തുവിദ്യാ രൂപങ്ങളും കൈമാറ്റം ചെയ്യപ്പെട്ട ശില്പശാസ്ത്രത്തിലും വാസ്തുശാസ്ത്ര ഗ്രന്ഥങ്ങളിലും ക്രോഡീകരിച്ചതും അവയുടെ ഇന്നത്തെ രൂപങ്ങളുമായി പൊരുത്തപ്പെടുന്നതുമായ രൂപകൽപ്പന നിയമങ്ങളുടെ ഒരു വലിയ ഘടനയാൽ നയിക്കപ്പെടുന്നു. തിരുവനന്തപുരം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം ഇതിന് ഉത്തമ ഉദാഹരണമാണ്. 7 ഏക്കറോളം വരുന്ന സ്ഥലത്ത് 4 പ്രധാന കവാടങ്ങളോടെയാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ക്ഷേത്രത്തിലെ മുഖ്യപ്രതിഷ്ഠയായ ശ്രീ പത്മനാഭസ്വാമി ധ്യാന നിമഗ്നനായ അനന്തശയനഭാവത്തിൽ ആദിശേഷനിൽ ചാരിയിരിക്കുന്നതായാണ് കാണാൻ സാധിക്കുക. 7 നിലകളുള്ള ഈ ഗോപുരത്തിന് 6 നിലകളുടെ എതിർവശത്തായി മധ്യഭാഗത്ത് ഒരു ജോഡി വിൻഡോ പോലെയുള്ള ദ്വാരങ്ങളുണ്ട്. ഏറ്റവും താഴത്തെ നിലയിലെ ദ്വാരം ക്ഷേത്രത്തിലേക്കുള്ള വലിയ വാതിൽ കൂടിയാണ്. 5 നിലകളിലായി ക്ഷേത്രവാതിലും ജനൽ തുറസ്സുകളും ഗോപുരത്തിൻ്റെ താഴെ നിന്ന് മുകളിലേക്ക് ലംബമായി വിന്യസിച്ചിരിക്കുന്നു. മന്ദിരത്തിൻ്റെ മുകൾ ഭാഗത്ത് ഒരേ അകലത്തിൽ 7 കലശങ്ങളാണുള്ളത്. എല്ലാ വർഷവും 2 തവണ വികസിക്കുന്ന ഒരു അപൂർവ ദൃശ്യാനുഭവത്തിലൂടെ ഗോപുരത്തിൻ്റെ കൃത്യമായ ദിശാബോധം വ്യക്തമാകും. വിഷുവദിനത്തിൽ ഏതാണ്ട് 5 മിനിറ്റ് ഇടവേളകളിൽ ഗോപുരത്തിലെ എല്ലാ ജനൽ തുറസ്സുകളിലൂടെയും അസ്തമ സൂര്യൻ കൃത്യമായി കടന്നു പോകുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. എന്താണ് വിഷുവം, എങ്ങനെയാണിത് സംഭവിക്കുന്നതെന്നുകൂടി നോക്കിയാലോ. ഭൂമിയുടെ അച്ചുതണ്ട് സൂര്യനിൽ നിന്നോ നേരെയോ തിരിയാതെ വസന്തകാലത്തും ഒരിക്കൽ ശരത് കാലത്തും വർഷത്തിൽ 2 തവണ സംഭവിക്കുന്ന ഒരു ജ്യോതിശാസ്ത്ര പ്രതിഭാസമാണ് വിഷുദിനം. വിഷുവദിനത്തിൽ ഭൂമിയുടെ ചരിവ് സൂര്യനെ സംബന്ധിച്ചിടത്തോളം 0 ഡിഗ്രിയാണ്. വിഷുവദിനത്തിൽ രാവും പകലും ഏതാണ്ട് തുല്യമാണ്, അതായത് 12 മണിക്കൂർ. വിഷുവും എല്ലാ വർഷവും മാർച്ച് 20 അല്ലെങ്കിൽ 21, സെപ്റ്റംബർ 22 അല്ലെങ്കിൽ 23 തീയതികളിൽ സംഭവിക്കുന്നു. എല്ലാ ദിവസങ്ങളിലും രാവും പകലും ഒരേ ദൈർഘ്യമുണ്ട്. വടക്കൻ അർദ്ധഗോളത്തിൽ മാർച്ച് വിഷുദിനം വെർണൽ ഇക്വിനോക്സ് എന്നും സ്പ്രിംഗ് ഇക്വിനോക്സ് എന്നും അറിയപ്പെടുന്നു. അതേസമയം ദക്ഷിണ അർദ്ധഗോളത്തിൽ ശരത്കാല വിഷുവെന്നും ഫാൾ ഇക്വിനോക്സ് എന്നും അറിയപ്പെടുന്നു. ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് 3 നൂറ്റാണ്ടുകൾക്ക് മുൻപ് ഈ മനോഹരമായ മന്ദിരം നിർമ്മിച്ച ശില്പികളുടെ വാസ്തുവിദ്യാ വൈഭവത്തിൻ്റെയും ശാസ്ത്രീയ അറിവിൻ്റെയും സാക്ഷ്യമായി ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ ഗോപുരവും ക്ഷേത്രവും നിലകൊള്ളുന്നു. ഈ ഒരു അപൂർവ കാഴ്ച കാണാനായിട്ട് ആയിരങ്ങളാണ് തടിച്ചുകൂടുന്നത്. എന്നാൽ ഇത്തവണ മഴമേഘങ്ങൾ കാരണം അത് കാണാൻ സാധിച്ചില്ല. ഇനി ഈ പ്രതിഭാസം കാണണമെന്നുണ്ടെങ്കിൽ അടുത്ത വർഷം മാർച്ച് വരെ നമ്മൾ കാത്തിരിക്കേണ്ടതായിട്ട് വരും. അങ്ങനെ എല്ലാവരും പോകുന്നു, അതിനൊപ്പം നമ്മൾ ഓടുന്നു പോവുകയാണ്. എയർ മാർഷലൊക്കെ അവിടെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്തരം വ്യത്യസ്തമായ വീഡിയോസിനായി കാഴ്ചകൾക്കായി നമ്മുടെ ചാനലൊന്ന് ഫോളോ ചെയ്യുക. നിങ്ങളുടെ കൂടുതൽ ഫ്രണ്ട്സിലേക്ക് വീഡിയോ എത്തിക്കുക. അപ്പോൾ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വ്യത്യസ്തമായ വീഡിയോസ് പെട്ടെന്ന് കിട്ടുവാനായി ബെൽ ഐക്കൺ കൂടി അമർത്തുക. അപ്പോൾ വീണ്ടും കാണാം.